എന്താ കഥ? ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാവുമോ? രസമുള്ളൊരു അനുഭവം. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ട് നോക്കിയാലറിയാം. ആഹ് ചിരി വരുന്നുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ. ഏകാദശി വിളക്ക് നടക്കുന്ന ദിവസങ്ങളിലൊന്നായ ഡിസംബർ 9 കണ്ണനെ കാണാൻ വന്നപ്പോഴുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. രാവിലെ 9 മണിക്ക് ഞാൻ ക്യൂവിൽ നിന്നുട്ടോ. ഞാനൊരു 55 വയസ്സുള്ള സ്ത്രീയാണ്. ഞാനന്ന് ഒരു ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ധാവണി പോലുള്ളൊരു സാരിയാണ് ധരിച്ചിരുന്നത്. ദർശനത്തിലുള്ള വരിയിൽ നിൽക്കുമ്പോൾ പതിവില്ലാത്ത വിധം കുറേ ആളുകൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അയ്യോ എൻ്റെ ഏജിന് ചേരാത്ത സാരിയായിട്ട് ആളുകൾ തോന്നുന്നത് കൊണ്ടാകുമോ ആൾക്കാരൊക്കെ ഇങ്ങനെ തോന്നുന്നത് എന്ന് മനസ്സ് അലോസരപ്പെടുത്തുന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നുട്ടോ. എന്തായാലും അതെല്ലാം കഴിഞ്ഞു. 12 മണിയോടുകൂടി കണ്ണനുണ്ണിയെ കാണാനുള്ള സൗഭാഗ്യം കിട്ടി. അത് കഴിഞ്ഞ് തൃപ്രസാദവും കഴിച്ചിട്ട് ഞാൻ കിഴക്കേ നടയിൽ നിന്നും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പിന്നിലൂടെ തെക്കേ നടയിലേക്ക് നടക്കുമ്പോൾ ഒരു 26, 28 വയസ്സൊക്കെയുള്ള ഒരു ഇരുനിറമുള്ള ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് കണ്ടാൽ ഒരു ക്ലാസിക്കൽ ഡാൻസറുടെ ഒക്കെ ലുക്കുള്ള ചാണകപ്പച്ചയിൽ ചെക്ക് ഷർട്ടൊക്കെ ഇട്ടുള്ള കസവ് മുണ്ടൊക്കെ എടുത്തൊരു മോൻ എതിർദിശയിൽ നിന്ന് ദൂരത്തുനിന്ന് എന്നെ നോക്കി ചിരിച്ചിട്ട് എൻ്റെ നേരെ വന്നിട്ട് എൻ്റെ അടുത്ത് എത്തിയപ്പോൾ, ചേച്ചി ഈ സാരി എവിടുന്നാ വാങ്ങിച്ചത്? നല്ല സാരി, നല്ല വർക്ക് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി. മോനെ ഇത് ഗുജറാത്തി വർക്കാണ്, വാങ്ങിയത് എവിടെയാണെന്നൊന്നും ഓർമ്മയില്ല, പോത്തീസിലൊക്കെ കിട്ടിയായിരിക്കും എന്ന് പറഞ്ഞു. ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ച് ശരി ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ വളരെ സ്നേഹത്തോടെ ഓക്കെ മോനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ട് ദിക്കിലേക്കും പോയി. ഒരു 3-4 അടി മുന്നോട്ട് വെച്ചപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ദശലക്ഷക്കണക്കിനായിട്ടുള്ള സ്ത്രീകൾ വളരെ മനോഹരമായ സാരികളെടുത്ത് ദിനംപ്രതി വരുന്ന ഈ ഗോകുലത്തിൽ എൻ്റെ സാരി ശ്രദ്ധിച്ച ആ മോൻ ഏതാണ് എന്ന്. ആ ചിന്ത വന്നയുടനെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കുട്ടി ഇല്ല കേട്ടോ. ആളുകൾ എന്നെ നോക്കിയത് എൻ്റെ സാരി എനിക്ക് ചേരാത്തത് കൊണ്ടാണോ എന്നുള്ള എൻ്റെ വിഷമത്തിന് എൻ്റെ പൊന്നുണ്ണി പൊന്നു ഗുരുവായൂരപ്പൻ എന്നെ സമാധാനിപ്പിച്ചതല്ലേ അത്. ആ മുഖം, ചേച്ചി എന്ന വിളി, സുന്ദരമായ ചിരിയൊക്കെ ഞാനെന്നും മനസ്സിൽ കാണുന്നു. കണ്ണാ കാർമേഘവർണ്ണ ആ പാദങ്ങളിൽ അനന്തകോടി നമസ്കാരം. എന്താ പറയേണ്ടത് അല്ലേ? രസമുള്ളൊരു അനുഭവമായിരുന്നു. ഇതൊക്കെ ഒരു ചിത്രം വരച്ചെന്ന് മാതിരി ഫീൽ ചെയ്തു അല്ലേ? ആ ചെറുപ്പക്കാരൻ വരുന്നതും ചേച്ചിയോട് ചോദിക്കുന്നതും ചേച്ചിയുടെ ആ പ്രായത്തിനനുസരിച്ചുള്ള വസ്ത്രമല്ല എന്നുള്ള ചേച്ചിക്കുള്ള തോന്നലും അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് സന്തോഷം തരുന്ന ഏത് വസ്ത്രവും നമുക്ക് ധരിക്കാം. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. ഒരുപാട് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ വിശേഷങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.